ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കൂടി ഇനി പെറ്റ്ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ പക്ഷിക്ക് ഫുഡ് കൊടുക്കേണ്ട ഫീഡർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് നമുക്കിന്ന് സെറ്റ് ചെയ്യാം. ഫീഡർ ഒന്ന് കാണിച്ചു തരുന്നത് ഈ കാർഡ്ബോർഡ് ബോക്സിലാണ് വന്നിട്ടുള്ളത്. നമ്മളിത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതാണ് സാധനം. പിന്നെ ഇതിവിടെ പക്ഷിക്ക് വന്നിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണുള്ളത്. പിന്നെ ഇതിനൊരു 6 ഹോൾസ് ഉണ്ട്. ഇതുവഴിയാണ് ഫുഡ് വരിക. ഫുഡ് ഈ മൂടി തുറന്നിട്ട് ഫുഡ് ഇതുവഴി ഇട്ട് കൊടുക്കാം. ഇതിലൊരു QR കോഡെല്ലാം ഉണ്ട്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു ഹാങ്കർ പോലത്തെ സാധനം, ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്. ഇതിങ്ങനെ അടച്ചിട്ട് നമ്മൾ ഹാങ്കറിൽ ഇങ്ങനെ തൂക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അടിയിൽ വെക്കേണ്ട ഒരു പാത്രമുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ. അതിവിടെ സെറ്റ് ചെയ്തിട്ട് ഈ കാണിച്ച സ്ക്രൂവിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി സാധനമാണ്. ഇതിൽ നമ്മൾ ഫുഡ് കൊടുത്താൽ ഫുഡിൽ വന്നിട്ട് ഇവർ കാഷ്ടിക്കും അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. ഇവിടെ വന്നിട്ട് കഴിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ 4 എണ്ണം വാങ്ങിയിട്ടുണ്ട്, ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്കിതിന് സെറ്റ് ചെയ്യാം അടിപൊളിയായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ അടിയിൽ വെക്കുന്ന പ്ലേറ്റ് നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് സെറ്റാക്കാം. അത് ഒരാളിവിടെ വന്നിട്ടുണ്ട്, നമ്മളെ ഷിയാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഷിയാപ്പോ പാവെടുത്തു എവിടാ? പാവ് കടിക്കുവാ അമ്മ എടുത്തു. രാധ എടുത്തുടാ. അതാ രാധ. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ പാത്രം ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ചെറിയ സ്ക്രൂ വന്ന് പാവാവ നോക്കിയാ. അപ്പോൾ ഇതുപോലത്തെ ചെറിയ സ്ക്രൂ ആണ് സെറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ചെറിയൊരു ഹോൾസും കൊടുത്തിട്ടുണ്ട് ഇവർ. നമുക്ക് ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്ന് ടൈറ്റാക്കി കൊടുക്കാം. നേരെ വന്നേ, പേടിയാന്നില്ല, അതൊന്നും ചെയ്യൂലപ്പാ. അപ്പോൾ ഇത് ഞാൻ ടൈറ്റാക്കിയിട്ടുണ്ട്. ഒന്ന് ടൈറ്റാക്കിയിട്ട് എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. സ്ക്രൂമലാണെങ്കിലും നല്ല ഉറപ്പ് തന്നെ നിൽക്കുന്നുണ്ട് ഇത്. പിന്നെ ഹാങ്കർ ചെയ്താൽ ഇതുപോലെ ഉണ്ടാവുക. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്ക് ബാക്കികളും കൂടി സെറ്റാക്കാം. അപ്പോൾ അവസാനത്തിൽ നമ്മൾ ടൈറ്റാക്കിയിട്ട് 4 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. രാധ എന്താണെന്നറിയില്ല, ഇവിടെ എന്നാ സാധനം നോക്കാൻ വന്നിട്ടുണ്ട്. നമ്മളെ മൂടിയിലത് അങ്ങനെ കൊത്തി നോക്കുന്നുണ്ട് ആൾ. എന്നാ എനിക്ക് വേണേ ഇത് വേണോ? മുടി കൊണ്ടോന്നാ ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എവിടെയാ പോകുന്നേ? നമ്മളെ മൂടി എടുത്തിട്ട് എവിടെയാ പോകുന്നത് രാധ? ഇതെന്നാ പരിപാടി? ശരിയപ്പോ ഇതിൻ്റെ മേലെ കയറിയിട്ടുണ്ട്. രാധക്ക് രാധ ഇങ്ങനെ തന്നെ നമ്മൾ പുതിയ എന്ത് സാധനം കൂട്ടിലേക്ക് കൊണ്ടുവന്നാലും ഓള് വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. പേടിയാന്നുണ്ടാ മോനവിടെ നിന്നോ? അതൊന്നും ചെയ്യൂല. എന്നാടി അവിടെ നിന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫുഡ് ഇട്ടിട്ട് സെറ്റാക്കാം. ഓക്കെ, ഷിയാപ്പ് ഫുഡ് കൊടുക്കുന്ന പറഞ്ഞാൽ എന്നാ കൊടുത്തോ, പശു കൊണ്ട് കൊടുത്തു. രാധ കൊടുത്തേ തിന്നോ ശരിയെന്താ ഫുഡ് വേണ്ടേ? രാധ കൊടുത്തേ ഫുഡ് കൊത്തേ. അയ്യോ, ഇതെന്താ ഫുഡ് ചാടിയേ? ഫുഡ് എന്തിനാ ചാടിയേ? അയ്യോ. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഫുഡ് ഇട്ട് കൊടുക്കാം. രാധയും എത്തിയിട്ടുണ്ട്. ഇട്ടുകൂടെ പോയി മിട്ടോ മരത്തമ്മനുള്ള. അപ്പോൾ ഇതിനൊക്കെ ഇനി ഫുഡ് ഇട്ട് കൊടുക്കാം.
എന്നാലതെ അപ്പോൾ ഒന്നേ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടപ്പാതി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് തേനയാണ് നിറച്ചിട്ടുള്ള. നമ്മൾ ലവ് ബേർഡ്സും പിഞ്ചസൊക്കെ കഴിച്ചോളും. ടൈറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി മൂടിയിലുണ്ടെങ്കിൽ തട്ടിക്കള. അപ്പോൾ ഇങ്ങനെയാണ് സാധനമുള്ള. നമ്മൾ ഫുൾ ഫില്ലാക്കിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ഫില്ലാക്കാം. അപ്പോൾ രണ്ടെണ്ണത്തിൽ നമ്മൾ തേനയും പിന്നെ ഈ ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ നമുക്ക് ഈ ഫുഡ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ രാധക്കും മിട്ടുവിനും വേണ്ടി വാങ്ങിയ ഫുഡാണ്. ഇത് അവർ മാത്രമല്ല, നമ്മൾ അവിടെയുള്ള കോക്ടെയിലും ഏകദേശം എല്ലാവരും കഴിക്കലുണ്ട്. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ അത് ഫില്ലാക്കി കൊടുക്കട്ടെ. ഇതിലാകുമ്പോൾ എന്തായാലും ഇവർ കാഷ്ടിച്ചിട്ട് ഇവരെ ഫുഡ് വേസ്റ്റായി പോകുന്നില്ല. ഇവർ കഴിക്കുന്നവർ ഇവിടുന്ന് ഇങ്ങനെ വന്ന് വീഴത്തേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇരിക്കുന്ന കുറച്ച് ഇതിൻ്റെ അന്ന് കഴിക്കുന്ന അപ്പോൾ രാധ എനിക്കെന്നാ വേണ്ട എന്നാ വേണ്ട, ഞാൻ ഫില്ലാക്കട്ടെ ഇവിടെ എന്നാ ഇവിടെ ഇവിടെ എന്നാ കിടന്നു. നമ്മളെ കിളിക്കൂട്ടിലുള്ളതിൽ ഏറ്റവും ഇണക്കമുള്ള ആൾ നമ്മളെ രാധ തന്നെയാണ്. നമ്മളെപ്പോൾ കയറിയാൽ നമ്മളെ തോളിൽ തന്നെ വന്നിരുന്നോളൂ അല്ലേ. എനിക്കെന്നെ ഇത് ഞെത്തേനെ കൂട്ടണ്ട. തോടിൻ്റെ അകത്ത് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന് മൂടിയിട്ട് കൊടുക്കാം. മൂടി ഉണ്ടെങ്കിൽ ഇയാളെ ആദ്യം മാറ്റണം. ആദ്യം ഇങ്ങോട്ടേക്ക് ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഫുള്ള് ഫില്ലാക്കിയിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണത്തിൽ നമുക്ക് ഇതിലൊന്നിൽ തന്നെയും ഒന്നിൽ ഇതും കൂടി ഫില്ലാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് 4 ഞാൻ ഫില്ലാക്കിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിൽ തേനയും രണ്ടെണ്ണത്തിൽ നമ്മളെ രാധേൻ്റെയും മിറ്റുവിൻ്റെയും ഫുഡാണ്. നല്ല രസമുണ്ട് ഇതിൽ ഫുഡ് ഇട്ടിട്ട് കാണാൻ തന്നെ. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി അവർ കഴിക്കുമോ നോക്കാം. തൽക്കാലം നമുക്ക് നിലത്ത് വെച്ച് നോക്കാം. പിന്നെ ഇവർ കഴിക്കുമോ ഇല്ലയോ എന്നറിയില്ല. പെട്ടെന്നായതുകൊണ്ട് ഇതുവരെ ഇങ്ങനെ കഴിക്കാത്തതുകൊണ്ട് കഴിക്കുമോ എന്നറിയില്ല. രണ്ടെണ്ണം കൊടുക്കട്ടെ. രണ്ടെണ്ണം നമുക്ക് ആ കൂടിൻ്റെ മേലെയും സെറ്റാക്കി കൊടുക്കാം. രണ്ടെണ്ണം ഇവിടെ നിന്നോട്ടെ. കാരണം വന്ന് കഴിക്കണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് കുറച്ച് സമയം ആരും വന്ന് കഴിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടാവില്ല അത് ഫുഡാണ്. നമ്മളിത് കുറച്ച് കഴിഞ്ഞാൽ ഈ നെറ്റുമ്മൽ അവിടെ ഇങ്ങനെ കൊളുത്തിട്ട് ഹാങ്കർ പോലെ കെട്ടി തൂക്കി കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമ്പോൾ കഴിക്കുമായിരിക്കും. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ഡയമണ്ട് വന്നിട്ട് നമ്മളെ പുതിയ ഫുഡിൻ്റെ അകത്തുനിന്ന് ഫുഡ് വെക്കുന്ന ഭാഗത്തു നിന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരിപ്പോൾ താഴെ നമ്മളെ പ്ലേറ്റ് വേണ സാധനമാണ് കഴിക്കുന്നത്. അത് തീരുമ്പോൾ അവിടെ നിന്ന് കഴിച്ചോളൂ. പിന്നെ ഇതിൻ്റെ ഹാങ്കർ കുറച്ചിങ്ങോട്ട് ആയി കൊടുക്കണം. ഞാൻ ആയി കൊടുക്കട്ടെ. ഇതാ അത് നേരത്തെ സെറ്റ് ചെയ്തിട്ടേനു. ഇതിങ്ങോട്ട് വലിച്ചാൽ ഈ പക്ഷികൾക്ക് നിൽക്കേണ്ട ഒരു സാധനം കൂടിയിൽ സെറ്റാക്കിയിട്ടുണ്ട് അവർ. അതിങ്ങോട്ട് വലിച്ചു കൊടുക്കാം നമുക്ക്. 4 സൈഡിലുണ്ട്. ഇങ്ങോട്ട് വരാത്ത. അപ്പോൾ ഇതിൻ്റെയും കൂടി വലിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ വലിച്ചു കൊടുത്ത് ഇന്നലെ ഇരുന്നിട്ട് നമുക്ക് ഇവർക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. നല്ലൊരു സെറ്റപ്പുള്ള സാധനം ഇത്. പിന്നെ നമ്മൾ ഈ വെള്ളത്തിൻ്റെ സ്ഥലത്ത് ഇവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മരം കൊണ്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇവിടെ നിന്നിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വാങ്ങിയ സാധനം മീഷോന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിന് 4 എണ്ണത്തിന് 610 അങ്ങനെ കൊണ്ടായത് റേറ്റ് ആയത്. നല്ല അടിപൊളി സാധനമാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഒരു കമൻറ്റില്ല കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റായി എന്ന് വെച്ചിട്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇങ്ങനെ മെസ്സേജ് അയക്കാമെന്ന് വെച്ചാൽ കുറേ ആൾക്ക് മെസ്സേജ് നമ്മൾ ടൈം ഉണ്ടാവില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ മൊത്തത്തിലുള്ള ചിലവ് നമ്മൾ ഇന്ന് എത്രയെന്ന് പറയാം. ഈ നെറ്റിന് മാത്രം നമുക്ക് ചിലവായതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഏകദേശം ഒരു 67,000 റുപ്യൻ്റെ നെറ്റ് നമ്മൾ വാങ്ങിയതിന്. അരക്കരേൻ്റെ നെറ്റാണിത്. നല്ല സ്ട്രോങ് നെറ്റ് തന്നെയാണ് വാങ്ങിയത്. പിന്നെ നമ്മൾ ഈ സ്ക്വയർ പൈപ്പ് ഉണ്ട്. ഇതിന് മൊത്തത്തിൽ 20,000 രൂപയായിന്. പിന്നെ സ്ക്വയർ പൈപ്പിന് മാത്രമായിട്ട്
പിന്നെ നമുക്ക് ചിലവായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ നെറ്റിന് പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒരു 6000 രൂപയുടെ പെയിൻറ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ തന്നെയാണ് പെയിൻറ് മൊത്തത്തിൽ അടിച്ചത്. പിന്നെ ഒരു സ്ഥലത്ത് ഒരു പണിക്കാരെ വെച്ച് അടിച്ചിട്ടുണ്ട് കൂലിക്ക്. പിന്നെ വന്നിട്ടുള്ള ചിലവ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഈ ഷീറ്റ് വാങ്ങിയതാണ്, ഈ വൈറ്റ് ടാർപോളിങ് ഷീറ്റ് വാങ്ങിയത്. ഒരു 3000 രൂപേൻ്റെ ഷീറ്റാണ് ഇത് വാങ്ങിച്ചത്. ഇത് മൊത്തം കൂടെ അടിക്കാൻ വേണ്ടി നമുക്ക് ചിലവായ കൂലി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 33,000 രൂപ നമുക്ക് കൂലി മാത്രമായിട്ടുണ്ട്. ഒരു 5-8 ദിവസത്തെ പണിയെടുത്തിന് പണിക്കാർ വന്നിട്ട്. പിന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ചിലവായെന്ന് വെച്ചാൽ 1,30,000 രൂപയോളം ചിലവായിട്ടുണ്ട്. പിന്നെ ഈ കൂടിൻ്റെ നീളം ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വന്നിന്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 20 അടി ഉണ്ട്. ഇതിൻ്റെ നീളം. വീതി വന്നിട്ട് 12 അടിയോളം വീതിയുണ്ട് നമ്മളെ കൂട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ 14 അടിയാണ്. 14 അടിയുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മളെ ഫുഡിൻ്റെ അതിനകത്ത് നിന്ന് എല്ലാവരും വന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇവർ പെട്ടെന്ന് തന്നെ സെറ്റായിക്കോളും. നമ്മളെ പ്രാവ് ഇതാ പുറത്തിറങ്ങിയിട്ട് മറ്റേ ആളകത്ത് തന്നെ ഉണ്ട്, മുട്ടക്കടയിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ രാജുവും വിട്ടു എൻ്റെ കഴുത്തുമ്പോൾ തന്നെയുണ്ട്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.